പല ആൾക്കാരുടെ ഒരു സംശയം അല്ലേ, എങ്ങനെ ഈ ഡയറി ചെയ്തെന്നുള്ളത്. പക്ഷെ നിങ്ങൾ എല്ലാ ആൾക്കാരും ഡയറി ചെയ്തല്ലേ? എപ്പോഴാണ് നമ്മൾ ഡയറി ചെയ്താൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമുള്ള ദിവസമൊക്കെ ആയിരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഡയറി ചെയ്തുക എന്നുള്ളത് അല്ലേ. അല്ലാത്ത ദിവസമൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്യും, നമ്മൾ എന്നൊന്നും നമ്മൾ അങ്ങനെ ഡയറി ചെയ്താറുണ്ടാവില്ല പലപ്പോഴും അല്ലേ. ആൻഡ് എക്സാമിന് നമുക്ക് ചോദ്യം വരും അങ്ങനെ തന്നെയാണോ, നമ്മുടെ ക്യാരക്ടേഴ്സിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകമുള്ള ദിവസം ആ ആൾ എഴുതുന്ന ഡയറിയൊക്കെ ആയിരിക്കും നമുക്ക് ചോദ്യങ്ങളിൽ വരിക എന്നുള്ള. സോ നമ്മൾ എന്തറിയണം, എങ്ങനെയാണ് നമ്മളൊരു ഡയറി എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയണ്ടേ വേണം. സോ മക്കളെ, ഡയറിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ പ്രോപ്പറായിട്ട് അതിൽ ഡേ, ഡേറ്റ്, അതേപോലെ തന്നെ ടൈമൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യാം. നമ്മളൊരു ഡയറി എഴുതുമ്പോൾ കേട്ടോ, എന്നാണ് അല്ലെ ആ തീയതിയും ആ ദിവസമൊക്കെ നമ്മൾ അതിൽ കൊടുക്കുക എന്നുള്ള. then അത് കഴിഞ്ഞിട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ആ എഴുതുന്ന ആളുടെ ചിന്തകൾ എന്താണോ, തോട്ട്സ് എന്താണോ, ആളുടെ ഫീലിങ്സ് എന്താണോ, അതൊക്കെയാണ് ആ ഡയറിയിൽ വരിക അല്ലേ. ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആണെങ്കിൽ ഞാൻ പറയും ഐ എം വെരി ഹാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതും. ഇനി ഭയങ്കര വിഷമാണെങ്കിലോ ടുഡേ ഐ എം വെരി സാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണങ്ങളൊക്കെ ഇങ്ങനെ നിരത്തും നമ്മൾ ആ ഡയറിയിൽ അല്ലേ. ആരോടും പറയാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഡയറിയോട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതേ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇവിടെ ഡയറി എഴുതാൻ എന്നല്ല. സോ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ഇങ്ങനെ വലിയതാക്കിയിട്ടൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. പലപ്പോഴും ക്യാരക്ടർ എഴുതുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആ കഥ മൊത്തം സമറി മൊത്തം എഴുതി വെക്കല്ല നിങ്ങൾ വേണ്ടേ അല്ലേ. ഒരു ലെങ്തി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. അതേപോലെ തന്നെ വേർഡ് ടു വേർഡ് എക്സ്പ്ലനേഷനും ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് മാക്സിമം ചെറിയ ചെറിയ സെന്റൻസുകളായിട്ട് എഴുതുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമുക്ക് സന്തോഷം വരുമ്പോൾ സങ്കടം വരുമ്പോൾ ഒക്കെ നമ്മൾ ഡയറി എഴുതുമ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ കുറേ ഇങ്ങനെ സംസാരിക്കില്ലല്ലോ, നമ്മുടെ വാക്കുകളൊക്കെ ഇങ്ങനെ മുറിഞ്ഞു പോലെ. സങ്കടമാണെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാനും പറ്റില്ല. അതേപോലെ തന്നെ ഭയങ്കര സന്തോഷമുള്ള സമയത്തും ആ ഒരു ഫീലിങ്സ് നമുക്ക് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ ഡയറിയിലും അതേപോലെ തന്നെ നമുക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ കറക്റ്റ് എന്താണോ ആ റൈറ്റർ ആ ഒരു ഫീലിംഗ് ആ സമയത്ത് അത് നമ്മുടെ ഡയറിയിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ള. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം, ഇന്റർജെക്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. ലൈക്ക് OH സെന്റൻസുകൾ അല്ലേ, ഓ മൈ ഗാഡ് എന്നൊക്കെ നമുക്ക് ഡയറിയിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കൊടുക്കാം. ഓക്കെ, then അതേപോലെ തന്നെ എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ, അങ്ങനെ പറഞ്ഞാൽ എന്താ, ആശ്ചര്യചിഹ്നടാ, ആശ്ചര്യചിഹ്നം. ഓക്കെ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡയറിയിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ആഡ് ചെയ്തോ അല്ലേ. ജസ്റ്റ് എന്തുകൊണ്ടാണ് ദൈവമേ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ദൈവത്തോട് തന്നെ നമുക്കിങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന പോലെ നമുക്ക് ഡയറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് ആഡ് ചെയ്യാം, അഥവാ 3 ഡോട്ട് അല്ലേ, അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് നമ്മുടെ ഡയറി അടിപൊളിയാവും. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നോക്ക്. Imagine that Mr. John, after meeting the narrator for the second time, writes his diary. നമ്മുടെ മിസ്റ്റർ ജോൺ ഉണ്ടല്ലോ, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡിലെ, അതിൽ ആ ജോണ് നമ്മുടെ ഡോക്ടർ AJ ക്രോണിനെ കണ്ടപ്പോൾ എന്തായാലും അന്ന് ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ലേ, 25 ഇയേഴ്സിന്റെ ഗ്യാപ്പിന് ശേഷം കാണല്ലേ. അപ്പം ആ ആൾ എന്തായാലും അന്ന് ഡയറി ചെയ്തു. വാട്ട് വുഡ് ബി ദ പോസിബിൾ ഡയറി എൻട്രി, റൈറ്റ് ഡൗൺ. എന്തായിരിക്കും അന്ന് അദ്ദേഹം എഴുതുന്ന ഡയറി, അതാണ് നമ്മളോട് ഇവിടെ എഴുതാൻ വേണ്ടി പറഞ്ഞത് അല്ലേ. അപ്പൊ എന്തായിരിക്കും അന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ പോവാ, ഭയങ്കര സന്തോഷം ഉണ്ടാവും, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആളെ കണ്ടു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൈൻഡിലൂടെ പോകും അല്ലേ. അപ്പൊ നോക്കാം നമ്മൾ ഡയറി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതണം എന്നല്ല. നമ്മളിവിടെ ഡേറ്റ് കൊടുത്തു, then ടൈം കൊടുക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്താ കൊടുത്തേ, എ ബ്രൈറ്റ് ഡേ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, then ദിവസം മൺഡേ എന്ന് നമ്മൾ കൊടുത്തേ. എന്നിട്ട് നോക്കുക, ടുഡേ ഐ എം വെരി ഹാപ്പി, ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫോർ ഓൾമോസ്റ്റ് 25 ഇയേഴ്സ് ഐ ഹാഡ് ബീൻ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ദിസ് മാൻ ഹു ഹാഡ് ചേഞ്ച്ഡ് മൈ ലൈഫ്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ എന്തിനു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ മനുഷ്യനൊന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. എൻ്റെ ജീവിതം തന്നെ മാറ്റി മറിച്ചിട്ടുള്ള ആളാണല്ലേ, ചേഞ്ച് ചെയ്തിട്ടുള്ള ആളാ. താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി പറയാണ്. ദിസ് ഡോക്ടർ ഹാഡ് നോട്ട് ഓൺലി റിവൈവ്ഡ് മീ ആഫ്റ്റർ മൈ സൂസൈഡ് അറ്റംപ്റ്റ് ബട്ട് ഓൾസോ ഗേവ് മീ ദ മണി ടു പുട്ട് ബാക്ക് ഇൻ ടു ദ പ്ലേസ് ഫ്രം വേർ ഐ ഹാഡ് സ്റ്റോളൻ ഇറ്റ്. ഈ മനുഷ്യന് എൻ്റെ ജീവൻ രക്ഷിച്ചത് മാത്രമല്ല ചെയ്ത്, ഞാൻ എവിടെ നിന്നാണോ ക്യാഷ് അല്ലേ മോഷ്ടിച്ചത് അവിടെ തിരിച്ചു കൊണ്ടുപോയി വെക്കാൻ എനിക്ക് ക്യാഷും കൂടി തന്നിട്ടുണ്ട്. ഹീസ് നോട്ട് ജസ്റ്റ് എ മാൻ, അദ്ദേഹം ജസ്റ്റ് ഒരു മനുഷ്യൻ മാത്രമല്ല, ബട്ട് എൻ ഏഞ്ചൽ ഫോർ മീ അല്ലേ, എനിക്ക് ഒരു മാലാഖയെ പോലെയാണ് എന്നുള്ളതാണ്. വിതൗട്ട് ഹിസ് ഹെൽപ്പ്, അദ്ദേഹത്തിന്റെ ഹെൽപ്പ് ഇല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ ഡെഡ്, ഞാൻ ഒരു പക്ഷെ മരിക്കുമായിരുന്നു എന്നുള്ള അല്ലേ. ആക്ച്വലി ഐ റെക്കഗ്നൈസ് ഹിം അറ്റ് ദ ഫസ്റ്റ് ലുക്ക്, ആദ്യത്തെ ആ ഒരു നോട്ടത്തിൽ തന്നെ എനിക്ക് ആളെ മനസ്സിലായിട്ടുണ്ട്. ബട്ട് ഹി ഡിഡ്ന്റ് റെക്കഗ്നൈസ് മീ, പക്ഷെ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായിട്ടില്ല, കാരണം അന്ന് ഞാൻ കുറെ ചെറുതല്ലേ അല്ലേ. സോ ഐ വെന്റ് ആൻഡ് ടോൾഡ് ഹിം ഹു ഐ വാസ് ആൻഡ് ഹൗ ഹി ഹാഡ് ഹെൽപ്ഡ് മീ 25 ഇയേഴ്സ് അഗോ. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു അല്ലേ, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറഞ്ഞു 25 വർഷം മുന്നേ എന്നെ ആര് സഹായിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഹി വാസ് ഹാപ്പി ടു സീ മീ,
ആൻഡ് ഹിയർ അബൌട്ട് മൈ വർക്ക്. അദ്ദേഹം എന്നെ കണ്ടതിൽ ഭയങ്കര സന്തോഷവാനായിരുന്നു. എൻ്റെ വർക്കിനെ പറ്റി കേട്ടപ്പോഴും അദ്ദേഹം ഭയങ്കര സന്തോഷിച്ചു. ഐ വാസ് ഓൾസോ എക്സ്ട്രീംലി ഹാപ്പി അല്ലേ, എക്സ്ട്രീംലി പ്ലീസ്ഡ് ടു മീറ്റ് ഹിം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടതിലോ. ഡിയർ ഗോഡ്, പ്രിയപ്പെട്ട ദൈവമേ, ഹൗ ലക്കി ഐ ആം അല്ലേ, ഞാൻ എത്ര ഭാഗ്യവാനാന്ന് ചോദിക്കുക ദൈവത്തിനോട്. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ, ഞാൻ ഒരിക്കലും ഈ ദിവസം മറക്കുകയില്ല എന്നല്ല. അപ്പൊ മക്കളെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താ അറിയോ, ആ റൈറ്ററിന്റെ മനസ്സിലൂടെ എങ്ങനെയാണോ ആ സമയത്ത് പോവുക അല്ലേ, ആ ഒരു ഫീലിങ്സ് പോവുക, ഒരു ഹാപ്പിനെസ് പോവുക, അതേപോലെയാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് എന്നുള്ള. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ഡയറി എഴുതുമ്പോൾ ഇതേപോലൊക്കെ എഴുതാം കേട്ടോ. നമുക്ക് SSLC ക്യാപ്ലസ് വേണ്ടേ? അപ്പൊ നിങ്ങൾ ഇതേപോലെയുള്ള ആശ്ചര്യചിഹ്നങ്ങൾ, ഇവിടൊക്കെ ആശ്ചര്യചിഹ്നമുണ്ട്, ഇവിടൊക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസ് ഉണ്ട്, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അല്ലേ, ദെൻ ഇവിടെയും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതേപോലെ കൃത്യമായിട്ട് മക്കളെ എന്ത് ചെയ്യണം, ആ ക്യാരക്ടറായിട്ട് നമ്മൾ അങ്ങോട്ട് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഞാനാണ് മാർത്ത, അല്ലെങ്കിൽ ഞാനാണ് ഹോമിയോപ്പതി, അങ്ങനെ അങ്ങോട്ട് എഴുത ഡയറി. ഓക്കെ, ആ രീതിയിൽ നമ്മൾ ഡയറി ചെയ്ത് സെറ്റ് ആവും എന്നുള്ളതാണ്. സോ ഇനിയിപ്പോൾ നിങ്ങൾ അല്ലേ, ഇപ്പോൾ ചിലപ്പോൾ ഇതേപോലെ തന്നെയുള്ള ഫോമാറ്റ് നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയും ചെയ്യാം. ജസ്റ്റ് സിമ്പിളായിട്ട് ഇതേപോലെ തന്നെ ഡേറ്റ് ഒന്ന് എഴുതാം, ഡേ എഴുതാം, എന്നിട്ട് നേരെ അതേപോലെ കണ്ടന്റും എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും എഴുതാം. ഓക്കെ, ഇനി അടിപൊളിയായിട്ട് ഇതേപോലെ തന്നെ എ ബ്രൈറ്റ് ഡേ എന്നൊക്കെ ഇവിടെ കൊടുത്താൽ ദാറ്റ്സ് ഗുഡ്. ഓക്കെ, സോ അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ മക്കളെ നിങ്ങൾ ഡയറി ചെയ്താൽ, സോ ഡയറി റൈറ്റിംഗ് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് മക്കളെ. അപ്പം ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ ബൈ.